നല്ല അന്യായ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തരുന്നൊരു പടമാണ് ബെത്ലഹേം കുടുംബയൂണ്. ഒരുപാട് ചിരിക്കാനുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ചിരിച്ചില്ല. ചിരിച്ച് മറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാം. അത്രയും ഹ്യൂമറുള്ളൊരു പടമാണ്. ബേസിക്കലി ഇതൊരു ലവ് ട്രാക്കാണ്. ലവ് സ്റ്റോറി ലൈൻ തന്നെയാണ്. നമ്മുടെ മമിതയും നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് അതിൻ്റെ പേരിലുള്ള ഒരു ലവ് സ്റ്റോറി തന്നെയാണ് സിനിമയുടെ ഒരു ബേസിക് ലൈനെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഹ്യൂമറും ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. സ്റ്റാർട്ട് ടു എൻഡ് ത്രൂ ഔട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം ഒരു ഒരു പോയിന്റിൽ പോലും നമുക്കിങ്ങനെ ഈ പടം ഇത്ര സീരിയസ് ആയി അല്ലെങ്കിൽ പടം ഭയങ്കര അധികം ട്രാക്ക് മാറി പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പേ ഇല്ല. നമുക്ക് ഫുൾ ഓൺ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഒരു ഫൺ മോഡിൽ നമ്മൾ കണ്ടിരിക്കുന്ന പറയില്ല, ആ രീതിയിലുള്ള സാധനമാണ്. ഈവൻ ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറുള്ളൂ. പിന്നെ ഒരു 1-1.25 മണിക്കൂറൊക്കെ ഞാൻ ഇവർ എന്താ കാണിക്കാൻ പോകുന്നു, ട്രാക്ക് മുഴുവൻ മാറുമെന്ന് വിചാരിച്ചാലും സ്റ്റിൽ അതേ വൈബിൽ തന്നെ ഒരു പിടിച്ചിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള പടം, ഭയങ്കര അധികം ഫൺ ഫീൽഡ് ആയിട്ടുള്ളൊരു പടം. ആൻഡ് പ്രത്യേകിച്ച് നിവിൻ പോളിയും മമിതയും ഇവരാണ് ഇതിൻ്റെ ലീഡെങ്കിലും ഇവരെ കൂടാതെ ബാക്കി വന്നിട്ടുള്ള എല്ലാവരും ഈക്വൽ സ്പേസ് കൊടുത്തു. അവർക്ക് എല്ലാം ഷൈൻ ചെയ്യാനുള്ള സ്പോട്ട് സിനിമയെ കൊടുത്തിട്ടുണ്ട്. വെറുതെ കുറേ പേരെ ഇങ്ങനെ കയറ്റി വയ്ക്കുന്നില്ല. എല്ലാ ക്യാരക്ടേഴ്സ് ആർ വെൽ റിട്ടൺ, വെൽ പെർഫോം. എക്സെപ്ഷനലി അതിൽ തന്നെ ഇവർ രണ്ടുപേര് പഴയ ഒരു വിൻറ്റേജ് നിവിൻ പോളി ഈസ് ബാക്ക് എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ള സാധനം. നമ്മൾ ആളുടെ ആ ഒരു കുഞ്ഞു മാനറിസം അങ്ങനെ കുറേ കാലമായിട്ട് ആ ഒരു മിസ്സായിട്ടുണ്ടായിരുന്ന സാധനമൊക്കെ നമുക്ക് അതേപോലെ ഒരു പടത്തിൽ തിരിച്ചു കിട്ടും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. മൂപ്പറുള്ള ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇപ്പോൾ ഒരു ചില കള്ള നോട്ടവും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ പടത്തിലുണ്ട്. ദാൻ മമിത ഈ ഒരു മാസ ഗ്യാപ്പിൽ വിജയുടെ കൂടെ ഒരു പടം, സൂര്യയുടെ കൂടെ ഒരു പടം, ഇപ്പോൾ നിവിൻപോളിയുടെ കൂടെ ഒരു പടം, എല്ലാം ഡിഫറെൻറ്റ് റോൾസ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഔട്ട്ഷൈൻ ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സൂര്യയുടെ പടം മറ്റേ വിശ്വനാഥൻ സൺസിൻ്റെ ഏകദേശം അതേ തീം തന്നെയാണ് ഇതിലും. പ്രായം ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ലവ് സ്റ്റോറി അതേ സാധനം തന്നെയാണ് ഇതിൽ. പക്ഷേ അതിലുള്ള ക്യാരക്ടറല്ല നമുക്ക് ഇതിലെ മമിതനെ കാണാൻ പറ്റുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആയിട്ട് പെർഫോം ചെയ്യാൻ ഒരു ആക്ട്രസിന് പറ്റുന്നുണ്ട്. ഐ തിങ്ക് ആളുടെ കരിയറിലെ, മമിതയുടെ കരിയറിലെ പീക്കിലാണ് ഇപ്പോൾ എന്ന് പറയാം. എല്ലാം വന്നു പോകുന്ന എല്ലാത്തിലും ഷൈൻ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ത്രൂ ഔട്ട് നല്ല, ഞാൻ പറയില്ലേ, ഒരുപാട് ചിരിക്കാനുണ്ട്. ഇതിലൊരു കാന്താര റെഫറൻസ് വരുന്ന സാധനമൊക്കെ ഉണ്ട്. ചിരിച്ചിട്ട് തിയേറ്റർ മുഴുവൻ അങ്ങോട്ട് ചിരിച്ച് മറിഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്കറിയില്ല ബാക്കിയുള്ളവരെ, എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കൂടെ കണ്ട എല്ലാവരും തന്നെ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കറിയില്ല. പേഴ്സണലി ഐ ജസ്റ്റ് ലവ് ദിസ് ഫിലിം. അത് ഈവൻ എല്ലാം കൊണ്ടും, അതിന് മേക്കിംഗ് ആയിക്കോട്ടെ, അതിലെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ഈ ക്യാരക്ടേഴ്സിൻ്റെ കെമിസ്ട്രി, ക്യാരക്ടർ ഡൈനാമിക്സ് ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ. നമുക്കിത് കഴിയരുത് നമ്മൾ തോന്നില്ലേ, നമുക്ക് ഇനിയും വേണം, ഇനി ഒരു 2 മണിക്കൂറും കൂടി കിട്ടുമോ എന്നാലും നമുക്ക് കണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് നമുക്ക് പെട്ടെന്ന് ഭയങ്കര അടുപ്പം തോന്നും. പിന്നീട് അങ്ങോട്ട് അവരെന്തൊക്കെ ചെയ്തോ അതൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമാവെന്ന് പറയില്ല, ആ രീതിയിലാണ് ഈ പടം പോകുക. ആൻഡ് മേക്കിങ്ങിലായിക്കോട്ടെ ചില ട്രാൻസിഷനോ, അതിപ്പോൾ ഇങ്ങനെ മറ്റെല്ലാ സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഒരു ഡോർ അടയ്ക്കുന്ന സീക്വൻസ് കാണുമ്പോൾ വേറെ ഒരു മാച്ച് കട്ട് വരുന്ന സാധനം. ദെൻ ഈ മമിതയുടെ വെച്ചിട്ട് ഈ ത്രൂ ഔട്ട് പടത്തിലെ ഒരു സീൻ ഒരൊറ്റ ഷോട്ട് കാണിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ അതിന് മേക്കിംഗ് വൈസ് ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, റൈറ്റിംഗ് വൈസ് എല്ലാം കൊണ്ടും പാട്ടുകളും എല്ലാം തന്നെ ബ്ലെൻഡ് ആയത് നമുക്കൊരു പ്രോപ്പർ ഫൺ ഫീൽഡ്, നല്ല ഭയങ്കര ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തരുന്നൊരു പടം. പക്ഷേ ഹ്യൂമറാണ് എന്നെ ഈ പടത്തിൽ ഞെട്ടിച്ചത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. ഇതൊരു പക്കാ കോമഡി പടമല്ല, അങ്ങനെ വിചാരിച്ച് പോകുമായിരുന്നു. പക്ഷേ നമ്മളൊരു നോർമൽ ഒരു ലവ് ട്രാക്കൊക്കെ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് പടം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഒന്നുപോലും ചീറ്റി പോകാതെ എല്ലാം വർക്കായിട്ടുള്ളത് കൊണ്ട് നല്ല ഭയങ്കര ഇത് ഒരു കുറച്ച് കോമഡി, ഒരു ബെഞ്ച് സെറ്റ് സാധനം എങ്ങനെയുണ്ട് അത് ഒരുമിച്ച് ഒരു സമയത്ത് കാണിച്ചു. പിന്നെ അങ്ങനെ വെറുതെ വിടുക എല്ലാവരും ചെയ്തിട്ടുള്ളത്. പടത്തിൽ പല സ്ഥലത്തും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഈക്വൽ ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ റോഡിൽ ലൈൻ വരയ്ക്കില്ല, അതേപോലെ ആണ് ഈ പടത്തിൽ കോമഡി കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തന്നെ പ്ലേസ്ഡായി പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അവരുടെ സിറ്റുവേഷൻ അറിയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. സിറ്റുവേഷനിലായിട്ടുള്ള കുറേ ഡയലോഗ്സും എല്ലാം കൊണ്ടും സോ ഗുഡ്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ OTT കണ്ടിട്ട് എന്താ ഇതിപ്പോൾ ഇങ്ങനത്തെ OTT കാണുന്നവന്മാരോട് എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനത്തെ പടങ്ങളൊക്കെ OTT വന്നിട്ട് ഇത് ഇത്ര ചിരിക്കാനൊന്നുമില്ല, ഇതിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരും. അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ടേക്ക് യുവർ ഫാമിലി, ടേക്ക് യുവർ ഫ്രണ്ട്സ്, കയറി പോയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. ഒരു പ്രോപ്പർ ഫൺ ഫെസ്റ്റിവൽ പടം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഒരു പടം. അതിൽ ഇഷ്ടമാവാത്ത ഒരു കാറ്റഗറി ഉണ്ടാവില്ല. പ്രായഭേദം എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള കോമഡീസും ക്യാരക്ടർ റൈറ്റിങ്സ് ഒക്കെയാണ്. അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ വയസ്സായവരെ വരെ ഒരുമിച്ച് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി പടമാണ്. തീർച്ചയായിട്ടും കണ്ടുപോകുക, മിസ്സാക്കരുത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.